നമുക്ക് ഏതൊരു ട്രിപ്പ് കളറാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം പോയി ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി അങ്ങനെ പോകണമെന്നില്ല. നമുക്കിഷ്ടപ്പെടുന്ന നമ്മുടെ വൈബിനൊത്ത കുറേ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി. അങ്ങനെ ഒരു ട്രിപ്പിലാണ് ഞാൻ ഇന്ന് പോയത്. അതായത് ഒരു 1 ഡേ ട്രിപ്പ്, വീട്ടിൻ്റെ അടുത്ത് ഉള്ള ഒരു ട്രിപ്പിലാണ് പോയത്. പൂവാറാണ് പോയത്. നമ്മൾ അവിടെ പോയി ഇറങ്ങിയപ്പോൾ ഒരാൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് അവിടുത്തെ ഐലൻഡിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അതിനുശേഷം നമ്മൾ ബോട്ടിങ്ങിന് കയറിയപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യം ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര കംഫർട്ടായി. നമ്മളവിടെ ഒരുപാട് ഐലൻഡ് കണ്ട്. അതായത് എനിക്ക് എല്ലാത്തിൻ്റെ പേര് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, പക്ഷേ വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. നമുക്ക് ഒരുപാട് ബേഡ്സിനെയൊക്കെ കാണാൻ പറ്റി. ഇത് കിങ് ഫിഷറാണ്, അത് നന്നായിട്ട് അറിയാൻ പറ്റുന്നില്ല. കിങ് ഫിഷറാണ്. നമ്മൾ 2 ബോട്ടിലായിട്ടാണ് പോയത്. കാരണം നമ്മൾ ഒത്തിരി പേരുണ്ടായിരുന്നു, 17-18 ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നമുക്ക് 2 ബോട്ടിലായിട്ടേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോയി. അതിലൊരു ഐലൻഡാണ് നമുക്ക് ഈ അനാക്കോണ്ട മൂവിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഐലൻഡ്. അതായത് ആമസോൺ കേവ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേവ്സ് ആണ് അതിലുള്ളത്. പിന്നെ പത്മ ഐലൻഡ് നമുക്ക് ഒരിടത്തും വേറെ എങ്ങോട്ടും ഇറങ്ങാൻ പറ്റത്തില്ല. നമുക്കൊരു ബീച്ച് സൈഡിലുള്ള ഒരു ഐലൻഡിൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അതിനുശേഷം ഈ കാണുന്നതാണ് നമുക്ക് അവിടുത്തെ വലിയ പള്ളി. അതായത് മുസ്ലിംസിൻ്റെ പള്ളിയാണ്, മോസ്കാണത്. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഒരു ഫ്ലവർ കണ്ടില്ലേ, ആ ഒരു ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ അത് രാത്രി സമയം മാത്രമേ പൂക്കുള്ളൂ. പകലാവുമ്പോൾ അത് പൊഴിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു ഫ്ലവറാണ്. അതിന് ശേഷം നമ്മളൊരു കരിക്കൊക്കെ, അതായത് അതിൻ്റെ സെൻറ്ററിൽ തന്നെ കരിക്ക് വിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ നിന്ന് കരിക്കൊക്കെ വാങ്ങി അത് കഴിച്ചു. പിന്നെ നമുക്ക് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണിത്. ഇവിടെ നമുക്ക് ഇറങ്ങി ചായയോ കാപ്പിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും കഴിക്കാം. അവിടെ ഇറങ്ങിയിട്ട് നമുക്കതിൻ്റെ വൈബിനനുസരിച്ച് കഴിക്കാം. പിന്നെ ഈ ബീച്ചിലാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത്. പക്ഷേ വേറൊരു ഐലൻഡ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ ആളെ കയറ്റത്തില്ല. നമുക്ക് ബോട്ടിലിരുന്ന് കാണാനേ പറ്റുള്ളൂ. ഇവിടെ ബീച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പക്ഷേ ബീച്ചിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ജസ്റ്റ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കാം, അങ്ങനെയൊക്കെ. പിന്നെ ഇതാണ് നെയ്യാർ ഡാമിൻ്റെയും അറേബ്യൻ സീയുടെയും സംഗമം വരുന്നത്. ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെൻറ്ററിൽ കാണുന്ന ഒരു പോർഷനില്ലേ, അത് കുറച്ചുകൂടി വൈഡായിട്ട് ഭയങ്കര അടിപൊളിയാണ് കാണാൻ. പിന്നെ ഈ കാണുന്നതാണ് ആനപ്പാറ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഫ്ലോട്ടിംഗ് റിസോർട്ടാണ്. അങ്ങനെ ഒരുപാട് റിസോർട്ടുകൾ അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഫ്ലോട്ടിംഗ് റിസോർട്ട് കാണാൻ പറ്റും, അല്ലാണ്ട് കരയിലിരിക്കുന്ന റിസോർട്ടും കാണാൻ പറ്റും. പിന്നെ ഇത് മദർ മേരി എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു ആണ്. അതായത് 2004 സുനാമി വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടുത്തെ ആൾക്കാർ കെട്ടിയതാണ്. 2008 പണി കഴിഞ്ഞത്. പിന്നെ നമുക്കവിടെ കോക്കനട്ട് മാത്രമുള്ള ഒരു ഐലൻഡ് കാണാം. അതിനകത്തൊരു റെസ്റ്റോറൻറ്റും ഉണ്ടാവും. പിന്നെ ഏവിയം കനാൽ എന്ന് പറഞ്ഞിട്ട് ഒരു കനാലുണ്ട്. അതായത് 3 രാജാക്കന്മാരുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആനന്ദ്, വിക്ടോറിയ, മാർത്താണ്ഡ, അങ്ങനെ 3 പേരിലാണ് അത് അറിയപ്പെടുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ നമുക്കൊരു മാങ്ങയുടെ പോലെ അതേ സെയിം ഒരു ഫ്രൂട്ട് കാണാൻ പറ്റും. പക്ഷേ അത് കഴിക്കാൻ പാടില്ല, അതൊരു വിഷക്കനിയാണ്. ഇതൊക്കെ മാത്രമേ എനിക്ക് അവിടുത്തെ പറ്റി പറഞ്ഞു തരാൻ അറിയാവുള്ളൂ. പിന്നെ നമ്മളവിടെ കുറേ എൻജോയ് ചെയ്ത് നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. പിന്നെ നമ്മൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകണ വഴിക്ക് ഇവിടെ ഒരു കുരിശ് കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്കതിൻ്റെ ഹിസ്റ്ററി അറിയത്തില്ല, അതുകൊണ്ട് പറയുന്നുമില്ല. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് കുറേ റിസോർട്ടൊക്കെ കണ്ട്, പിന്നെ ഒരു ഗോഗോലാൻഡ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു വണ്ടർല പോലെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. അപ്പം അത് കാണാൻ പറ്റി. പക്ഷെ നമ്മളവിടെ കയറിയിട്ടില്ല. നമ്മളവിടെ അത് കണ്ടു, വരുന്ന വഴിക്ക് അത് കണ്ടു. പിന്നെ തിരിച്ച് പോണ വഴിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കൈ നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊന്ന് കളിച്ച് നല്ല അടിപൊളിയായിരുന്നു. ഇതൊക്കെ സൈഡിൽ കാണുന്ന റിസോർട്ടും പാർക്കും, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന പാർക്കും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ നിന്നാണോ കയറിയത് ആ ഭാഗത്തോട്ട്, അതായത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ വേറൊരു വഴിക്കാണ് പോയത്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഒരു ഷോർട്ട് കട്ട് വഴിയാണ് വന്നത്. പക്ഷേ നമുക്ക്
അതായത് 10:30 രാവിലെ 10:30 കയറിയിട്ട് 12:30 വരെയായിരുന്നു നമ്മുടെ ബോട്ടിങ്. പക്ഷേ ഒരു ബോറടിയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ബോട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഒരു ബോട്ടിന് 2000 രൂപയാണ്. നമുക്ക് 2 ബോട്ട് ആവശ്യമുണ്ടായിരുന്നതുകൊണ്ട് 4000 രൂപയ്ക്കാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളടുത്ത് തിരിച്ച് വേളിയിലോട്ട് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഫുഡെല്ലാം വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തറയിലൊക്കെ ഇതൊക്കെ വിരിച്ച് ഫുഡ് കഴിച്ച് പിന്നെ പിള്ളേർ പാർക്കിൽ വേളിക്കകത്ത് കയറി പാർക്കിലൊക്കെ കളിച്ച് മിച്ചതാ തറയിൽ കിടന്ന് ഇങ്ങനെ ഉരുളണത് കേട്ടോ. അതവിടെ വേളിയിൽ ഒരു പാർക്കിലാണ്. പിന്നെ മിച്ചുവും കുറേ നമുക്ക് റിലേറ്റീവ്സ് കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് മിച്ചു നന്നായിട്ട് എൻജോയ് ചെയ്ത്, എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ ഉൾപ്പെടെ, അതായത് വലിയ ആൾക്കാരുൾപ്പെടെ നന്നായിട്ട് എൻജോയ് ചെയ്ത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളടുത്ത് ബീച്ചിലോട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ഫുൾ. അതായത് നമ്മൾ കുളിച്ചിട്ടാണ് കയറിയത്. പിന്നെ അതിൻ്റേതും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണൊന്നും ഇങ്ങോട്ട് കൊണ്ടുപോകാനേ പറ്റത്തില്ലായിരുന്നു. കാരണം ഫുള്ള് നമ്മൾ ഇറങ്ങിയപ്പം മുതലേ ഫുള്ള് നല്ലതായിട്ട് എൻജോയ് ചെയ്ത്. പിന്നെ അതിനുശേഷം ശംഖുമുഖത്ത് വന്നിട്ട് പിന്നെ മിച്ചുവിൻ്റെ ഡ്രസ്സൊക്കെ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ശംഖുമുഖത്ത് വന്ന് അവിടെ വന്ന് മറ്റേ ഹെലികോപ്റ്ററിൻ്റെ അവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളിതാ അടുത്ത് കുറച്ച് കളിക്കാനുള്ള സാധനം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണേണ്ടുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് നല്ലൊരു പണി കിട്ടിയൊരു വീഡിയോ ആണിത്. ഇത് മാത്രം ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അതെല്ലാവരും പോയൊന്ന് കാണണം. ഞാനത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. പിന്നെ നമ്മൾ, അതായത് ഞാനും എൻ്റെ കസിൻസ് എല്ലാവരും കൂടി നമ്മൾ ഒരു ഇതിലേക്ക് റൈഡല്ല ഒരു ഇതിൽ കയറിയതാണ്. അടിപൊളിയായിരുന്നു. അതിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെയാണിത്. നമ്മൾ മിററിൻ്റെതാണിത്. പിന്നെ അത് കഴിഞ്ഞ് VFXൽ കയറി ശംഖുമുഖത്ത് ഒരു ഗെയിം സോൺ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേസ് ഉണ്ട്, അവിടെ കയറി. മിററിൻ്റെ ഇതിൽ കയറി കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതായിപ്പോയി. കാരണം എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അടുത്ത് കയറിയത് VFXലാണ് കയറിയത്. പക്ഷേ അടിപൊളിയായിരുന്നു. ഈ സംഭവം നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നമുക്കിത് യഥാർത്ഥത്തിൽ, അതായത് വീഴാൻ പോകും പോലെയും യഥാർത്ഥത്തിൽ എന്തൊക്കെയൊക്കെയോ തോന്നും. പക്ഷേ സൂപ്പറായിരുന്നു. നമ്മളെ കൂടെ വന്നിട്ട് നമ്മൾ മാത്രമേ ഇതിൽ കയറിയുള്ളൂ. പക്ഷെ കയറാത്തവർക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി. ഈ പണി കിട്ടിയതാണ് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞത്. ഇതെന്താണെന്ന് പറയാം. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഹലായിസിലിറങ്ങി ഫുഡൊക്കെ കഴിച്ച്, നല്ല മന്തിയായിരുന്നു, അതൊക്കെ കഴിച്ചിട്ട് നമ്മളടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി, അതായത് എൻ്റെ വൈബിനൊത്ത അതേ ആൾക്കാർ എന്നായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഡാൻസൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നമ്മൾ തിരിച്ചു പോയി. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവാം, പിന്നെ ഇത്ര ദൂരെ വരാനാണ് ഇത്രയും വലിയ ട്രാവലറൊക്കെ എടുത്ത് പോയി ഇത്ര ഭയങ്കര സംഭവമായിട്ട് പറയുന്നത്. പക്ഷേ ഇതും ഒരു സൂപ്പർ വൈബുള്ളൊരു സംഭവമാണ്. അത് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ലേന്നറിയാം. അല്ലാതെ നമുക്കിപ്പം എന്താ പറയാൻ, നമ്മളിപ്പോൾ 2 കാറിൽ പോയി അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയി ആ ഒരു വൈബ് എന്തായാലും കിട്ടത്തില്ല ഇതിന്.